സരിത ചേച്ചിയുടെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ ആൽബം സോങ് പറഞ്ഞ പോലെ വേറൊരു സംഭവം ഉണ്ട്, അശകുശലെ പെണ്ണുണ്ടോ മിന്നുകെട്ടിലെ. അതും വളരെ ചെറുപ്പത്തില് അഭിനയിച്ചതാണോ? അതും ഈ ഒരു നമ്മുടെ മില്യനത്തിന്റെ ആൽബം ചെയ്ത ടൈം കൊള്ളിച്ച് തന്നെ ചെയ്തതാ. പക്ഷെ അത് കഴിഞ്ഞിട്ടാ ചെയ്തത് കേട്ടോ. കാരണം എന്താ പറയുക, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടും ഒരു 3-4 വർഷത്തോളം എനിക്ക് ആ ആൽബം ഉണ്ടായിരുന്നു, ആ ടൈറ്റിൽ സോങ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര 8 വർഷത്തോളം ഞാൻ ഗ്യാപ്പ് എടുത്തിട്ടും ആരും എന്നെ മറക്കാത്തത് ആ ഒരു ടൈറ്റിൽ സോങ് ഉള്ളത് കൊണ്ടായിരുന്നു. എന്നാ ദൈവം സഹായിച്ച് എനിക്ക് സെക്കൻഡ് എൻട്രിയും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അതെല്ലാവർക്കും കിട്ടണം എന്നില്ല, എനിക്കത് വലിയൊരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. കാരണം സെക്കൻഡ് എൻട്രി എല്ലാവർക്കും ഭയങ്കര ഒരു ടാസ്ക് ആണ്. എനിക്ക് എന്നെ ശരിക്കും മറക്കാത്ത ഈ ഒരു ടൈറ്റിൽ സോങ് ഉള്ളത് കൊണ്ടായിരുന്നു. അന്നത്തെ സീരിയലുകളുടെ ഒരു സ്പെഷ്യാലിറ്റിയും ഇതുപോലത്തെ ടൈറ്റിൽ സോങ്സ് ആയിരുന്നു. അതെ അതെ, അത് ഇപ്പോഴും ആളുകൾ ഓർത്തിരിക്കുന്ന ഒരു ടൈറ്റിൽ സോങ് ആണ്. പക്ഷെ ചേച്ചി കുറച്ച് നേരത്തെ പറഞ്ഞപ്പോഴാണ് ചേച്ചി അഭിനയിച്ചത് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഞാനൊക്കെ വളരെ ചെറുപ്പമായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷെ ആ പാട്ടുകളൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് കാണാറുണ്ട്. അതെ. ചേച്ചീന്റെ ഇൻസ്റ്റയില് നമ്മളിപ്പോ എടുത്ത് നോക്കിയപ്പോ ലാലേന്റെ ഒരു ജ്വല്ലറി അതൊക്കെ കണ്ടോ? ഓ, അതെന്താ ചേച്ചി? എന്താ, വെറുതെ ഇരിക്കുമല്ലോ, അപ്പൊ വെറുതെ ഇരുന്ന് ഉറങ്ങുമ്പോ എന്തെങ്കിലും റെഡി ആവോ നമുക്ക് ചെയ്യാം എന്നിങ്ങനെ പറയുമ്പോ താടിയൊക്കെ അത് വരക്കുവാണോ ചെയ്തേ? ഒരു കമന്റും ഉണ്ട് അതിലെന്താ, മീൻചട്ടിയില് തലയിട്ട പൂച്ചയെ പോലെ ഉണ്ട്. ശരിക്കും അത് ട്രോളിന് വേണ്ടി ചെയ്തതാണോ അല്ല ഒറിജിനലി? ആക്ച്വലി അത് കാസ സിഗ്നേച്ചർ എനിക്ക് കുറച്ച് ഓർണമെന്റ്സ് അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കൊളാബ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ അത് ശരിക്കും നല്ല ഇതിലാ ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ നോക്കിയപ്പോ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ചെറുതാ ചെയ്തതാ. വൈറലായി സംഭവം. അതിലെല്ലാരും പറ്റും ഫുള്ള് ഇതെന്താ സംഭവം, ഇതെന്താണ് ചെയ്തിരിക്കുന്നത്, ഭയങ്കര കോമഡി ഫണ്ണി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അയ്യോ, അത് വെറുതെ ചെയ്താ ശരിക്കും. അവർക്ക് ശരിക്കുള്ള കൊളാബ് ഞാൻ വേറെ ചെയ്യും. പക്ഷെ എന്നാലും ആ ജ്വല്ലറി ഒക്കെ എന്തായാലും കയ്യിലിരിക്കുന്നു. അപ്പൊ എന്തോന്ന് ചുമ്മാ ചെയ്തേക്കാം, അതുകൊണ്ട് ചെയ്ത് സംഭവം. അതുപോലെ വേറൊരു വൈറലായിട്ടുള്ള റീൽസും കൂടി ഉണ്ട്, മമ്മൂക്കന്റെ ഡാൻസ് സ്റ്റെപ്പ് മോനായിട്ട്. അതിലേറ്റവും സൂപ്പർ സ്റ്റെപ്പ് കളിച്ചിട്ടുള്ളത് മകനാണ്. കറക്റ്റ് ആയിട്ടുള്ള ചേച്ചി മമ്മൂക്കായിട്ട് അഭിനയിക്കുന്നു. അതൊക്കെ പുള്ളിയുടെ ഐഡിയ കേട്ടോ. കിരൺ ഡാൻസ് ചെയ്യുന്ന ആളാണ് കേട്ടോ, ഡാൻസ് പഠിക്കുന്ന ആളാണ്. ആ സോങ്ങിന് വേണ്ടി അങ്ങനെ ചെയ്തതാട്ടോ. പിന്നെ വേറൊരു കാര്യം നമുക്ക് റീസെന്റ് ആയിട്ട് ചോദിക്കാനുള്ള, ഒരു ബോഡി ഷേമിങ്ങിനെതിരെ ചേച്ചി ഒരു വീഡിയോ ഇട്ടു. പക്ഷെ ആളുകൾ അതിനെ വേറൊരു പെർസ്പെക്റ്റീവിലാണ് കാണുന്നത്. അതായത് ബോഡി ഷേമിങ്ങിനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് ആ വീഡിയോ ചെയ്തത് എന്ന്. ആ വീഡിയോ അവിടെ ഇരിക്കട്ടെ. ശരിക്കും ചേച്ചി ജീവിതത്തിൽ ഇങ്ങനെ ബോഡി ഷേമിങ് അനുഭവിച്ചിട്ടുണ്ടോ? ബോഡി ഷേമിങ് ഞാൻ അനുഭവിച്ചിരിക്കുന്നത് മൊത്തം എൻ്റെ അമ്മ അടുത്തുനിന്നാ. എപ്പോ നോക്കിയാലും എൻ്റെ അമ്മ അത് പറയാറുള്ളൂ കൂടുതലും. ബാക്കി ആരും എന്നോട് അങ്ങനെ പറയാറില്ല. കാരണം ഞാൻ കഴിക്കുന്ന ഭക്ഷണം കാണുന്നതാണല്ലോ, എന്തോരം ഉണ്ടെന്നുള്ളത് കാണുന്നതാണ്. അപ്പൊ എല്ലാരും പറഞ്ഞ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോ എല്ലാരും പറയും സരിതയ്ക്ക് വലിയ വണ്ണം ഇല്ല എന്ന് പറയും. പക്ഷെ യഥാർത്ഥ ശരിക്കും എന്റെ അമ്മയ്ക്കല്ലേ എന്നെ അറിയുള്ളൂ. അപ്പൊ എപ്പൊ നോക്കിയാലും നമ്മുടെ മുന്നിൽ ഞാൻ ചെന്ന അമ്മ ഭയങ്കര യങ്ങാണേ, കാണാനൊക്കെ ഭയങ്കര യങ്ങാണ്. അപ്പൊ അമ്മയുടെ മുന്നിൽ ഞാൻ ചെയ്യുമ്പോൾ ഭയങ്കര സൈസാണ് ഞാൻ. അപ്പൊ അമ്മ പറയും എന്താ ബിന്ദു എന്നാ വീട്ടിൽ വിളിക്കുന്ന, എന്നെ കാണുമ്പോ എന്താ ബിന്ദു, എന്തൊരു വണ്ണ, നിന്റെ തീറ്റ നിർത്തും ബിന്ദു, ഇങ്ങനെ അമ്മ പറയുള്ളൂ. എപ്പോഴും ബോഡി ഷേമിങ് ഞാൻ അനുഭവിക്കുന്നത് അമ്മയുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. ശരിക്കും ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, ഒറിജിനലി ബോഡി ഷേമിങ് തുടങ്ങുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ്, പ്രത്യേകിച്ച് മലയാളി ഫാമിലികളിൽ. അമ്മ ഇപ്പോ മകള് എന്നുള്ള രീതിയിൽ ഒരു സ്നേഹം കൊണ്ട് പറയുന്നതായിരിക്കും. പക്ഷെ അല്ല, അമ്മ പറയുന്നത് നല്ല കാര്യമാണ്. കാരണം അങ്ങനെയെങ്കിലും നമ്മൾ കുറയ്ക്കുമല്ലോ. അതെ. എപ്പോഴെങ്കിലും അത് ഒരു കുട്ടിയായിരുന്നപ്പോഴോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അത് വിഷമിച്ചിട്ടുണ്ടോ? ഇല്ല, വേദന അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പറയുമ്പോഴല്ലേടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറയ്ക്കണം എന്നൊരു തോന്നല് വരിക. ഇല്ല, എനിക്ക് അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞു തരാൻ ആരും ഇല്ല. അതുകൊണ്ടാണ് നമ്മള് ബോഡി പണ്ടൊക്കെ നമ്മളെ വീട്ടുകാർ പറയും അധികം കഴിക്കല്ലടാ. പക്ഷെ ആളുകൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കളിയാക്കുമ്പോ അവരെ മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പൊ വന്ന സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. സത്യം പറഞ്ഞ എനിക്ക് അത് വലിയതായിട്ട് തോന്നിയിട്ടില്ല. മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ വെക്കുന്ന കാരണം അത് കുഞ്ഞുങ്ങളെ ഒരുപാട് ബാധിക്കുന്നുമുണ്ട്. നമ്മളെ കൂട്ടുകാരനെ തടിയാന്നാ വിളിക്കുന്നത്. അതെ, അന്നത് ഹർട്ടിങ് അല്ല, അതൊരു സ്നേഹമായിരുന്നു. പക്ഷെ ഇന്ന് അത്
അതെ ഇപ്പൊ ഞാൻ പറയട്ടെ, സ്കൂളിലെ കുട്ടികൾക്കാണെങ്കിലും അതെ, പണ്ടത്തെ പിള്ളേരെയും ഇപ്പത്തെ പിള്ളേരെയും വെച്ച് നോക്കുമ്പോ ഇപ്പത്തെ ടീച്ചേഴ്സ് ഒന്നും അടിക്ക് പോലും. ഇപ്പൊ എന്നെയൊക്കെ ടീച്ചേഴ്സ് ഇപ്പൊ അടിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഒന്ന് സ്കൂളിൽ ഒന്ന് ലേറ്റ് ആയിട്ട് ചെന്നാലോ അല്ലെങ്കിൽ ക്ലാസ്സിൽ വർത്താനം പറയുമ്പോഴൊക്കെ ഇവിടെയാണ് അടിച്ചിരിക്കുന്നത്. ഇപ്പത്തെ കുട്ടികളൊന്നും അടിക്കുക പോലും ചെയ്യുന്നില്ല. എന്തുണ്ടെങ്കിലും നമ്മൾ പാരന്റ്സിനോട് പറയാനാ പറയണത്. പക്ഷേ ഈ പാരന്റ്സ് തന്നെയാണ് ഈ കുട്ടികൾ അടിക്കരുത് എന്നുള്ളൊരു സംഭവം കൊണ്ടുവന്നത്. എന്തിനാ അങ്ങനെ പറഞ്ഞത് എനിക്കറിയില്ല. അടിക്കേണ്ട പ്രായത്തിൽ ഇപ്പൊ എന്നെയൊക്കെ എൻ്റെ അമ്മ നല്ലോണം അടിച്ച് തന്നെ വളർത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കുട്ടികളെ കൗൺസിൽ ചെയ്യുന്ന ആളുകളും അല്ലെങ്കിൽ ഈ പേരൻസിന്റെ ഒരു കോച്ചും അവരൊക്കെ പറയുന്നത് ഈ കുട്ടികളെ ശരിക്കും അടിച്ച് വളർത്തിയെന്ന് വിചാരിച്ച് അവർ നന്നാവണമെന്നില്ല, അത് അവരിലെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇതിനെതിരായിട്ടാണ് പറയുന്നത്. ശരിക്കും പുള്ളി അടിക്കാൻ സമയമില്ല കേട്ടോ. ഞാൻ പറയട്ടെ, ഞാനൊക്കെ നല്ല അടി കൊണ്ട് തന്നെ വളർന്നിരിക്കുന്നത്. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, എന്റെ അമ്മേനോട് എനിക്ക് വെറുപ്പില്ല. ഏറ്റവും ഇഷ്ടം ആരെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ അമ്മ തന്നെയാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ അമ്മയെ തന്നെയാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ ശിക്ഷിച്ചാൽ നമുക്ക് ഒരു അമ്മേനെ വെറുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ദൈവം സഹായിച്ച് എന്റെ മെന്റൽ ഹെൽത്തിന് വലിയ പ്രോബ്ലവും വന്നിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ശരിക്കും നിങ്ങൾ പറയുന്ന ഇതുപോലെ ഇങ്ങനെ ഈ ആളുകൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ടുവരുന്നത് മോശമാണോ, അല്ലെങ്കിൽ അത് കുറച്ച് കൂടുതലാണോ? കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശിക്ഷിക്കേണ്ട പ്രായത്തിൽ ശിക്ഷിച്ച് തന്നെ വളർത്തണം. പറഞ്ഞ് മനസ്സിലാക്കേണ്ട പ്രായത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ വളർത്തണം. അത് ചെയ്യരുതെന്ന് പറയണമെങ്കിൽ അത് ചെയ്യരുതെന്ന് തന്നെ പറഞ്ഞല്ലേ പറ്റുള്ളൂ. അല്ലാണ്ട് കാര്യമുണ്ടോ?